രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളുടെയും കുതികാൽവെട്ടിന്റെയും കാലുവാരലിന്റെയും ഒന്നാന്തരം വിളനിലമായ ബീഹാർ മറ്റൊരു തെരഞ്ഞെടുപ്പ് അംഗത്തിനായി ഗോദ ഒരുക്കി കാത്തിരിക്കുകയാണ്. ജാതി സമവാക്യങ്ങൾ അധികാര ശ്രേണിയിലായാലും രാഷ്ട്രീയത്തിലായാലും തിളച്ചുമറിയുന്ന ബീഹാർ ദേശീയ രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതിവിഗതികളെ സ്വാധീനിക്കുന്ന നിയന്ത്രിക്കുന്ന ബീഹാറിന്റെ മണ്ണ് ഇക്കുറി ആരെ ഭരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നു തന്നെയാണ്. മാറിയ രാഷ്ട്രീയ ചൂടിൽ ആരൊക്കെ പൊള്ളിയടരുമെന്ന് ഇപ്പോൾ പറയാനൊക്കില്ല. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി ബീഹാറിനെ ഭരിച്ച നിതീഷ് കുമാറും ബീഹാറിന്റെ പിന്നോക്ക ജാതി രാഷ്ട്രീയത്തിൽ അശ്വമേധം നടത്തിയ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവും മുന്നിൽ നിന്ന് പടനയിച്ച് പരസ്പരം പോരടിക്കുന്നു. ഒപ്പം ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്കും അതുവഴി പിന്നാക്ക രാഷ്ട്രീയ ജാതി വോട്ടുകളിലേക്കും നുഴഞ്ഞു കയറുന്ന സംഘപരിവാർ രാഷ്ട്രീയവും. ചരടുവലിയിൽ കെങ്കേമന്മാരായ ചെറു പാർട്ടികളും കൂടിയാകുമ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ട വേദികളിൽ ബീഹാർ ഉണ്ടാക്കുന്ന പ്രകമ്പനം ചെറുതാകില്ല. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളുമെല്ലാം ഒന്നിക്കുന്ന ഇന്ത്യ സഖ്യം നേതൃത്വം നൽകുന്ന മഹാഗഠബന്ധൻ സഖ്യം ഒരു വശത്ത്, മറുവശത്ത് ചാഞ്ചാട്ടങ്ങൾക്കും കുതികാൽ വെട്ടിനും കാലുവാരലിനും പേരുകേട്ട നിതീഷ് കുമാറിന്റെ JDUവും ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന BJPയും ഇടക്കാലത്ത് ഇടഞ്ഞു നിന്ന് ഇപ്പോൾ ഒപ്പം കൂടിയ ചിരാഗ് പാസ്വാനും അടക്കം ചേരുന്ന NDA മുന്നണിയും. വികസന രാഷ്ട്രീയം പറഞ്ഞ് യുവാക്കൾക്കിടയിലും അധസ്ഥിതർക്കിടയിലും വേരോട്ടമുണ്ടാക്കിയ പ്രശാന്ത് കിഷോർ എന്ന PK മറുവശത്തും അണിനിരക്കും. അങ്ങനെ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമിക സമാനതകളില്ലാത്ത പോരാട്ട ചൂടിനാണ് ഇക്കുറി വേദിയാകുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ രാജ്യത്തെ മൂന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഈ ജനസംഖ്യയിൽ 63% വരുന്ന പിന്നാക്ക വിഭാഗങ്ങളാണ് ബീഹാറിന്റെ രാഷ്ട്രീയ ഗതി നിർണയിക്കുന്നത്. ജനറൽ കാറ്റഗറിയിലെ 15.52%, 19.65% ദളിതരും 1.68% ഗോത്ര വിഭാഗക്കാരും ചേർന്നതാണ് ബീഹാറിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുത്തനുണർവ് നൽകിയ കാലഘട്ടം ലാലു പ്രസാദ് യാദവും ഭാര്യ റാബ്രി ദേവിയും മാറി മാറി ഭരിച്ച 1990 മുതൽ 2005 വരെയുള്ള 1.5 പതിറ്റാണ്ട് കാലഘട്ടമായിരുന്നു. യാദവ പിന്നാക്ക മുസ്ലിം വോട്ടുകളുടെ ഐക്യത്തിലൂടെ 1990-ൽ അധികാരത്തിലെത്തിയ ലാലു 97 വരെയും അവിടുന്ന് അങ്ങോട്ട് 2005 വരെ 8 വർഷക്കാലം ഭാര്യ റാബ്രി ദേവിയും തുടർച്ചയായി ഭരിച്ചു. അന്ന് ബീഹാറിൽ അലയടിച്ച ജാതി സമവാക്യങ്ങളാണ് ലാലുവിനെ അധികാരത്തിൽ എത്തിച്ചതും തുടർച്ചയായി അധികാരത്തിൽ ഇരുത്തിയതും. എന്നാൽ 2000-ന്റെ ആദ്യ ദശകത്തിന്റെ പകുതിയോടെ പുതിയ ജാതി സമവാക്യങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. അതോടൊപ്പം പുതിയ അസ്വസ്ഥതകൾ. ഈ പുതിയ അസ്വസ്ഥതകൾ എന്ന് പറയുന്നത് ലാലുവുമായി തെറ്റിപ്പിരിഞ്ഞ നിതീഷ് കുമാർ ആയിരുന്നു. ഒരു കാലത്ത് സഹചാരിയും പിന്നീട് രാഷ്ട്രീയ പ്രതിയോഗിയുമായ നിതീഷ് കുമാറിന്റെ ഉദയത്തോടെ ലാലു പ്രഭാവത്തിന് ബീഹാറിൽ മങ്ങലേറ്റു തുടങ്ങി. അതുവരെ ബീഹാർ എന്നാൽ ലാലു എന്നായിരുന്നു. പിന്നാക്കക്കാരുടെയും ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും പ്രിയപ്പെട്ട ലാലുജിയായിരുന്നു ലാലു പ്രസാദ് യാദവ്. ചിരപ്രസിദ്ധമായ LK അദ്വാനിയുടെ രഥയാത്രയെ പോലും തടുത്തു നിർത്താൻ തക്ക കരുത്തും ശക്തിയും ഉണ്ടായിരുന്നു ലാലുവിന്. ലാലുവിൽ നിന്ന് തെറ്റി ജനതാദൾ യുണൈറ്റഡ് എന്ന JDU രൂപീകരിച്ച നിതീഷ് കുമാർ BJPയെ കൂട്ടുപിടിച്ച് രചിച്ച പുതിയ ജാതി സമവാക്യങ്ങൾ ബീഹാറിന്റെ അധികാരഘടനയെ മാറ്റിയെഴുതി. ലാലുവിന്റെ പിന്നാക്ക ന്യൂനപക്ഷ അധികാരഘടനയിൽ അവഗണിക്കപ്പെട്ടവരെയും ദളിത് ഗോത്ര വിഭാഗങ്ങളെയും നിതീഷ് കുമാർ ഒപ്പം ചേർത്തു നിർത്തി. അതിനൊപ്പം തന്നെ BJPക്ക് പരമ്പരാഗതമായുള്ള മേൽജാതി വോട്ടുകളും ചേർന്നതോടെ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. 2005-ൽ BJPയെ കൂട്ടുപിടിച്ച് ലാലു യുഗത്തിന് അന്ത്യം കുറിച്ച് നിതീഷ് കുമാർ ബീഹാർ ഭരണത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തു. അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം നിതീഷ് വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായി. 2005 മുതൽ ഇതുവരെയുള്ള 20 കൊല്ലക്കാലം BJPയെയും അവരോട് പിണങ്ങുമ്പോൾ ചിരവൈരികളായ RJDയെയും കൂട്ടുപിടിച്ച് പലതവണ നിതീഷ് ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്നു. അധികാരം നിലനിർത്താൻ ആരുമായും കൂട്ടുകൂടി. നിതീഷിന്റെ കൂറുമാറ്റങ്ങൾ ബീഹാറിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തെ മാത്രമല്ല ദേശീയ തലത്തിലെ സഖ്യങ്ങളെ വരെ ഉലച്ചതാണ് നിതീഷിന്റെ രാഷ്ട്രീയ ജീവിതത്തെ സംഭവ ബഹുലമാക്കുന്നത്. രാജിവെച്ചും അധികാരത്തിലേറിയും കുതിരക്കച്ചവടം നടത്തിയ മുന്നണികൾ മാറി മാറിയും 9 തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത്. ബീഹാറിൽ ഏറ്റവും അധികകാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയും നിതീഷ് കുമാർ തന്നെ. ഒരിക്കൽ
വികസന രാഷ്ട്രീയത്തിന്റെ നായകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച നിതീഷ് കുമാർ ഇന്നറിയപ്പെടുന്നത് അവസരവാദത്തിന്റെ രാജകുമാരൻ എന്നാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമായി ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും സംശയലേശമന്യേ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പേര്. BJPയെയും എന്തിനധികം രാഷ്ട്രീയ പ്രതിയോഗികളായ RJDയെ പോലും കൂട്ടുപിടിച്ച ചരിത്രമാണ് ആ രാഷ്ട്രീയ യാത്രയ്ക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 40 വർഷമായി തെരഞ്ഞെടുപ്പിനെ നേരിടാതെ മുഖ്യമന്ത്രിയായ ആളും നിതീഷ് കുമാർ തന്നെയാണ്. 40 വർഷം മുൻപ് 1985 നിതീഷ് കുമാർ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സഭാംഗമായത്. ഇതിനിടെ 1995 MP ആയിരിക്കെ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചുവെങ്കിലും നിയമസഭാംഗത്വം സ്വീകരിക്കാതെ പാർലമെന്റ് അംഗമായി തുടർന്നു. 9 തവണ മുഖ്യമന്ത്രിയായപ്പോഴും നിതീഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടാതെ ഉപരിസഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിലിലൂടെ MLC ആയാണ് നിതീഷ് ഈ 9 തവണയും ബീഹാറിന്റെ ഭരണചക്രം തിരിച്ചത്. തെരഞ്ഞെടുപ്പിലൂടെ ജനവിധി തേടാൻ ഭയമാണ് നിതീഷിനെന്ന് എതിരാളികൾ പറയുമ്പോഴും ഒരു മണ്ഡലത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ ബീഹാർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാകാനാണ് തനിക്ക് താല്പര്യമെന്ന് നിതീഷ് പറയുന്നു. 2000-ലായിരുന്നു മുഖ്യമന്ത്രിയായി നിതീഷിന്റെ അരങ്ങേറ്റം. ആയുസ് വെറും 7 ദിവസം. 2005 BJP പിന്തുണയോടെ ലാലു യുഗം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയായി. അന്നു മുതൽ പിന്നീട് നിതീഷിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2010-ലും മുഖ്യമന്ത്രിയായതോടെ സദ്ഭരണത്തിന്റെ നായകൻ എന്ന വിശേഷണം കൈവന്നു. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDA നരേന്ദ്രമോദിയെ കളത്തിലിറക്കി കളി തുടങ്ങിയതോടെ 2013-ൽ ആദ്യമായി നിതീഷ് BJPയുമായി ഉടക്കി. 2014 ലോക്സഭയിലേക്ക് സംഘമുക്ത ഭാരതം എന്ന മുദ്രാവാക്യവുമായി തകർന്ന് തരിപ്പണമായാലും BJPയുമായി ഒന്നിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ചു. 8 നിലയിൽ പൊട്ടി. 2015-ൽ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ മഹാഗഠബന്ധൻ സഖ്യം രൂപീകരിച്ച് RJDയും കോൺഗ്രസുമായി ഒന്നിച്ചു പോരാടി. 178 സീറ്റുകളുമായി ജയിച്ച് സഖ്യം അധികാരത്തിലേറിയപ്പോൾ നിതീഷ് കുമാർ 4ാം തവണയും മുഖ്യമന്ത്രിയായി. RJDയിൽ നിന്ന് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമായി. എന്നാൽ 2017-ൽ നിതീഷ് കുമാർ സഖ്യം വിട്ട് BJPക്കൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി. 2020-ൽ NDAക്കൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രി. 2022-ൽ പിന്നെയും രാജിവെച്ച് RJDയുമായും കോൺഗ്രസുമായും ഇടതുകക്ഷികളുമായും വീണ്ടും സഖ്യമുണ്ടാക്കി. 8ാം തവണയും മുഖ്യമന്ത്രി. 2023-ൽ ഇന്ത്യ സഖ്യം രൂപീകരിച്ച് BJP വിരുദ്ധത കാട്ടിയ നിതീഷ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും കാലുവാരി. 2024 ജനുവരിയിൽ നിതീഷ് ഇന്ത്യ സഖ്യം വിട്ട് വീണ്ടും NDAയിലെത്തി 9ാം തവണ മുഖ്യമന്ത്രിയായി. ഇപ്പോഴുതാ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ NDAക്കൊപ്പം അഭിമുഖീകരിക്കുന്നു. ബീഹാറിന് മുകളിൽ തേജസ്വിയുടെ തേജസ് ഉദിച്ചുയരുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ഇക്കുറി ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം അവരോധിച്ച തേജസ്വിക്ക് പകരം വെക്കാൻ മറ്റൊരു പേരും പാർട്ടിയിലോ സഖ്യത്തിലോ ഇല്ല. 2020-ലെ തെരഞ്ഞെടുപ്പോടെ നിരാശയുടെ പടുകുഴിയിൽ വീണ തേജസ്വി അവിടുന്ന് അങ്ങോട്ട് ഉയർത്തെണീറ്റത് ബീഹാറിന്റെ മുഖമായിട്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തേജസ്വിയുടെ കരുത്തുറ്റ പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സംഭാവന. അച്ഛന്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടും അച്ഛന്റെ പേര് പറഞ്ഞ് നേതാവാകുന്നതിന് പകരം രാഷ്ട്രീയം പറഞ്ഞും വികസനം പറഞ്ഞും തൊഴിലില്ലായ്മ ചൂണ്ടിക്കാട്ടിയും യുവാക്കളുടെ ഹരമാകാൻ തേജസ്വിക്കായി. രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്രയുമായി ബീഹാറിന്റെ മണ്ണിനെ ഇളക്കിമറിച്ചപ്പോൾ തേര് തെളിച്ച് മുന്നിൽ നിന്നത് തേജസ്വിയായിരുന്നു. യുവാക്കളുടെ വൻതോതിലുള്ള പിന്തുണയും തേജസ്വിക്കുണ്ട്. 2020-ലും ഇന്ത്യ സഖ്യത്തെ നയിച്ചത് തേജസ്വിയുടെ കരുത്തിൽ RJD ആയിരുന്നു. 75 സീറ്റുകളും 23% വോട്ട് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി RJD. വോട്ടെടുപ്പിന് പിന്നാലെ എത്തിയ എക്സിറ്റ് പോളുകളെല്ലാം മഹാഗഠബന്ധൻ സഖ്യത്തിന് വിജയമെന്നായിരുന്നു പ്രവചിച്ചത്. തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമെന്നും വിലയിരുത്തപ്പെട്ടു. എന്നാൽ പ്രവചനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കി NDA വിജയിച്ചു കയറി. ഇക്കുറിയും തേജസ്വി എന്ന തേരാളിക്ക് കീഴിൽ ഇന്ത്യ സഖ്യം കടുത്ത പോരാട്ടം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാ തവണത്തെയും പോലെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും തന്നെയാണ് ഇത്തവണയും ചർച്ചാ വിഷയം. ഞാൻ കണ്ട 10-ൽ 9 പേരും തൊഴിലില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് നിതീഷ് കുമാറിനെ കൊണ്ട് തൊഴിലില്ലായ്മ ചർച്ച ചെയ്യിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് തേജസ്വി. വികസനവും തൊഴിലില്ലായ്മയും തന്നെയാകും ഇക്കുറി ബീഹാറിന്റെ അധികാരഘടന നിശ്ചയിക്കുക എന്ന് ഉറപ്പാണ്. നിരക്ഷരതയും ദാരിദ്ര്യവുമാണ് ബീഹാറിന്റെ മുഖമുദ്ര എന്ന് പറയേണ്ടി വരും. 34% വീടുകളിലെയും മാസവരുമാനം 6000 രൂപയ്ക്ക് താഴെയാണ് എന്ന 2023-ലെ സർവേ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ദാരിദ്ര്യത്തിന്റെ തോത് വ്യക്തമാകും. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായുമെല്ലാം പിന്നാക്കം നിൽക്കുന്ന
ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കപ്പെട്ട ഗ്രാമങ്ങളും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപറ്റം അതിദരിദ്രരായ മനുഷ്യരും അധിവസിക്കുന്ന ബീഹാർ ഏതു വഴിക്ക് ചിന്തിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യം. 2023 നിതീഷ് കുമാർ കൊട്ടിഘോഷിച്ച് പുറത്തുവിട്ട ജാതി സെൻസസ് പ്രകാരവും രാജ്യത്തെ ഏറ്റവും അധികം അതിദരിദ്രരുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. ആകെ ജനസംഖ്യയുടെ പകുതിയിലധികവും ഇന്നും പ്രതിദിനം 200 മുതൽ 300 രൂപ വരെ മാത്രം വരുമാനമുള്ളവരാണ്. ജനസംഖ്യയുടെ 34% പേർക്കും പ്രതിമാസം കേവലം 6000 രൂപയിൽ താഴെ മാത്രമാണ് വരുമാനമെന്ന് ഓർക്കണം. 63% കുടുംബങ്ങൾക്ക് പ്രതിമാസം 10,000 രൂപ വരെയും വരുമാനം ലഭിക്കുന്നു. പ്രതിമാസം 50,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളത് ജനറൽ കാറ്റഗറികളിലെ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന 4.47% കുടുംബങ്ങൾക്ക് മാത്രമാണ്. അവർ തന്നെയാണ് ബീഹാറിലെ സർവ്വരാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ തലത്തിലും പ്രവർത്തിക്കുന്നത്. അതായത് ജനസംഖ്യയിൽ ന്യൂനപക്ഷമായ വിഭാഗം സാമ്പത്തികമായും സാമൂഹികമായും വളരെയധികം മുന്നോക്കം നിൽക്കുന്നു എന്ന് ചുരുക്കം. 79.7% മാത്രം വരുന്ന ബീഹാറിലെ സാക്ഷരരിൽ 52% പേർക്കും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ഉള്ളത്. ബിരുദമുള്ളത് 7% പേർക്ക് മാത്രമാണ് എങ്കിൽ ഇതിൽ തന്നെ 1% പേർ മാത്രമാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. തൊഴിലില്ലായ്മ നിരക്കും അതിരൂക്ഷം. തൊഴിലില്ലായ്മയും തൊഴിൽ തേടിയുള്ള പലായനങ്ങളുമെല്ലാം ഇത്തവണയും പ്രധാന വിഷയം തന്നെയാണ്. ഏകദേശം 46 ലക്ഷം ബീഹാറുകാരാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി പലായനം ചെയ്തത്. കൊട്ടിഘോഷിച്ച് നിതീഷ് പുറത്തുവിട്ട ജാതി സെൻസസ് അതിലെ ഉള്ളടക്കം കൊണ്ട് അദ്ദേഹത്തെ തിരിഞ്ഞുകൊത്തും. ഏറ്റവും കൂടുതൽ കാലം ബീഹാർ ഭരിച്ചിട്ടും ബീഹാറിന്റെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കാനായില്ല എന്നത് നിതീഷിന്റെ കഴിവുകേടായി മുദ്രകുത്തപ്പെടാനും സാധ്യതയുണ്ട്. ജാതി സെൻസസിലെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ബീഹാർ രാഷ്ട്രീയത്തെ എങ്ങനെ നിർണയിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. ബീഹാർ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ ദേശീയ ശ്രദ്ധയിലെത്തിച്ച സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആർക്കാണ് പാരയാകുന്നത് എന്ന് ഇപ്പോഴും പറയാനാകില്ല. SIR പ്രകാരം പുറത്തായ ലക്ഷക്കണക്കിന് വോട്ടർമാർ ആരുടെ വോട്ട് ബാങ്കാണെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. എന്നാൽ SIRന്റെ രാഷ്ട്രീയം കൃത്യമായി ആശയ സംവേദനം നടത്താൻ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും വോട്ടർ അധികാര യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. SIRന്റെ ഭാഗമായി കരട് പട്ടിക പുറത്തുവിട്ടപ്പോൾ തന്നെ 65 ലക്ഷം വോട്ടർമാരാണ് ഒറ്റയടിക്ക് ജനാധിപത്യ പ്രക്രിയയ്ക്ക് പുറത്തായത്. മതിയായ രേഖകൾ ഇല്ലെന്നായിരുന്നു കമ്മീഷൻ കാരണമായി പറഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ വ്യക്തമായ ഉദാഹരണമെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ ജനം ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യം.